നമുക്ക് ഇന്ന് മറ്റൊരു കാര്യം പഠിക്കാം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർ ഈച്ച് ലൂപ്പ് പഠിച്ചായിരുന്നു. ഇവിടെ ഞാൻ ഫോർ ഈച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റീനെയിം ചെയ്യാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാപ്പാണ്. ഓക്കെ, മാപ്പ് ഒരു ഹൈ ഓർഡർ ഫംഗ്ഷനാണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. കോൾ ബാക്ക്, ഹൈ ഓർഡർ, കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഫോർ ഈച്ച് ലൂപ്പിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മാപ്പാണ്. മാപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി മാപ്പ് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് എന്താ ഇപ്പോൾ പറയുക, LIST ലിസ്റ്റ്. നമുക്കൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. അറയ്ക്കകത്ത് നമുക്ക് കുറച്ച് വാല്യൂസ് കൊടുക്കാം. A, B, C. ഓക്കെ, സാധാരണ രീതിയിൽ ഈ ഫോർ ഈച്ച് ലൂപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ അകത്തെ എല്ലാ വാല്യൂസും ലൂപ്പ് ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ഫോർ ഈച്ച് ലൂപ്പിൻ്റെ അകത്ത്. അതുപോലെ തന്നെ മാപ്പിൻ്റെ അകത്തും നമ്മൾ ആക്ച്വലി ലൂപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടും വാല്യൂസ്. പക്ഷെ മാപ്പ് ഫോർ ഈച്ച് ലൂപ്പിൽ നിന്ന് മാപ്പിൻ്റെ ഒരു വ്യത്യാസമുള്ളത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് റിട്ടേൺ ചെയ്യും, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഫോർ ഈച്ച് ലൂപ്പിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാറില്ല. പക്ഷെ മാപ്പിൻ്റെ കേസിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. നമുക്കതൊരു പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ മാപ്പിൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ അത് ഓർമ്മിപ്പിക്കാൻ കാരണം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റെഫറൻസ് ടൈപ്പും പ്രിമിറ്റീവ് ടൈപ്പും. അതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു റെഫറൻസ് ടൈപ്പിൽ നിങ്ങൾ ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അറേ കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനലിനെ മോഡിഫൈ ചെയ്യും. അത് നമ്മളൊരു കോപ്പി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മാപ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മാപ്പ് ഒരിക്കലും ഒറിജിനലിനെ മോഡിഫൈ ചെയ്യില്ല. ഓക്കെ, ഒറിജിനൽ അറേ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു കോപ്പി ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് പല മോഡിഫിക്കേഷനൊക്കെ അറിയാലോ, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും നമുക്ക് മാപ്പിനെ പറ്റി പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്കിപ്പോൾ മാപ്പ് ചെയ്യാനായിട്ട് ഞാൻ പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കുവാണ്. വേരിയബിളിൻ്റെ നെയിം ഇപ്പോൾ എന്ത് എഴുതണം, നമുക്ക് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി എഴുതിയതുകൊണ്ട് ലെറ്റ് നെയിംസ്. ഓക്കെ, ലെറ്റ് നെയിംസ്, ജസ്റ്റ് നെയിംസ് എന്നിടാം. അസൈൻ വേരിയബിളിൻ്റെ നെയിം വലിയക്ഷരം കൊടുക്കാം അല്ലേ, നെയിംസ്. ഇവിടെ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ലിസ്റ്റ് എടുത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ അറേ നമ്മൾ ഉണ്ടാക്കിയ അറേയുടെ പേരായിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അറേയുടെ പേര് ഇവിടെ എടുത്ത് കൊടുക്കുവാണ്. അറേ ഡോട്ട്. ഈ ഡോട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ മെത്തേഡ്സ് എല്ലാം കണ്ടോ ഇവിടെ തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട്, ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ഞാൻ ആക്സസ് ചെയ്യാൻ പോകുന്ന മാപ്പാണ്, മാപ്പ്. ഓക്കെ, മാപ്പ് ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാപ്പ് ഒരു ഹൈ ഓർഡർ ഫംഗ്ഷനാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാപ്പ് ഒരു ഫംഗ്ഷനെ അനദർ ഫംഗ്ഷൻ ആസ് എ പാരാമീറ്റർ, ഒരു ഫംഗ്ഷനെ പാരാമീറ്ററായിട്ട് ഈ മാപ്പ് എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ എഴുതാം, കീവേഡ്. ഇതൊരു അനോണമസ് ഫംഗ്ഷനാണ്, കാരണം ഇതിനൊരു ഇതിനൊരു നെയിമില്ല. ഇത് പുറത്തെവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ, അനോണമസ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് പാരാമീറ്ററായിട്ട് എന്ത് കൊടുക്കണം, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു പാരാമീറ്റർ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യണേ, ഞാനിവിടെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. console.log ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഫോർ ഈച്ച് ലൂപ്പിലൊക്കെ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും, 1 by 1 ആയിട്ട് ഇതിൻ്റെ അകത്ത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് സേവ് അടിച്ചിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്, എനിക്കറിയാം എന്ത് സംഭവിക്കണേന്ന്, പക്ഷെ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഫയൽ. ഓക്കെ, ഞാൻ ഫയൽ നെയിം ലിങ്ക് ചെയ്യിച്ച് മാറിപ്പോയി. ഞാൻ നെയിം ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ലിങ്ക് ചെയ്യിച്ചില്ല. ഓക്കെ, map.js. ഓക്കെ, സേവ് ABC. ഓക്കെ, ഇനി നമുക്ക് നമുക്കിവിടെ ആൻസർ കിട്ടിയേക്കണം, നിങ്ങൾ കണ്ടു കാണും, ABC. ഓക്കെ,
ഞാൻ ഈ വേരിയബിൾ, നമ്മൾ ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടില്ല. ഞാൻ ഈ വേരിയബിൾ ഇവിടെ console.logൻ്റെ അത് വേരിയബിൾ വിളിക്കുവാണ്. നമ്മൾ ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട് ഓൾറെഡി തന്നെ. ഓക്കെ, ഞാനിവിടെ നെയിംസ് വിളിക്കുവാണ്. നെയിംസ് വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് സേവ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസ് ഓപ്പണായി. ഓക്കെ, സേവ് കൊടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് കുറേ അൺഡിഫൈൻഡ് വാല്യൂസാണ് കിട്ടിയത്. അൺഡിഫൈൻഡ് വാല്യൂസ് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ഓൾവേസ് റിട്ടേൺ സംതിങ്. മാപ്പ് എപ്പോഴും ഒരു കാര്യം റിട്ടേൺ ചെയ്തിരിക്കും. മാപ്പ് അങ്ങനെയാണ്, റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്കൊരു വാല്യൂ റിട്ടേൺ ചെയ്യണം. അപ്പം മാപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നിങ്ങൾ കണ്ടോ, ഞാനിവിടെ റിട്ടേൺ കീവേഡ് കൊടുക്കുവാണ്. റിട്ടേൺ എൽ ഐ ഞാൻ റിട്ടേൺ ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ console.logൻ്റെ അകത്ത് നെയിംസ് പ്രിൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ നെയിംസ് ഓക്കെ, എനിക്ക് ABC നമുക്ക് അറേ റിട്ടേൺ ആയിട്ടുണ്ട്. ABC എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനിവിടെ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വേരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് എന്താണ്, ഡിഫൈൻ ചെയ്യാത്തത്, അതായത് ഒന്നുമില്ലാത്ത ഒരു വാല്യൂസാണ്. കാരണം ഇതിനകത്തൊക്കെ ഒന്നും ഈ വേരിയബിളിലേക്ക് നമ്മളൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ഇതിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിവിടെ മെത്തേഡ്സ്, വേറെ മെത്തേഡ്സൊക്കെ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇഷ്ടം പിടി മെത്തേഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ കൊടുക്കുക, ഇവിടെ നമുക്ക് ടു അപ്പർ കേസ് കൊടുക്കാം. അപ്പർ കേസ്, ഓക്കെ, ടു അപ്പർ കേസ് ഓൾറെഡി അപ്പർ കേസ് ആണല്ലോ. സോ ടു ലോവർ കേസ് നമുക്ക് കൊടുക്കാം. നമുക്കിതുപോലെ പല മെത്തേഡ്സും ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ABC ചെറുതായത് കണ്ടോ, ടു ലോവർ കേസ് കൊടുത്തപ്പം. ഇതുപോലെ നമുക്ക് ഓരോ മെത്തേഡ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത, നമ്മുടെ അടുത്ത പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു റെഫറൻസ് ടൈപ്പും പ്രിമിറ്റീവ് ടൈപ്പും നമുക്ക് അറേ എങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനേക്കാളും എളുപ്പമുള്ള വഴിയിൽ അറേ കോപ്പി ചെയ്യണം അടുത്തൊരു വീഡിയോ പറഞ്ഞു തരാം. പക്ഷേ ഇവിടെ നമ്മൾ മാപ്പ് യൂസ് ചെയ്ത്, മാപ്പ് എന്തിനാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അറേ ജസ്റ്റ് സിമ്പിളായിട്ട് അറേ കോപ്പി ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന ആ മെത്തേഡ് യൂസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തിനാണ് മാപ്പ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ മാത്രം മാപ്പ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ വെറുതെ ലൂപ്പ് ചെയ്യുക ഫോർ ഈച്ച് ഇട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ, ഞാൻ ഇനി പറഞ്ഞു തരാൻ പോണേ എന്താ പറയുക, കോപ്പി ചെയ്യണ മെത്തേഡ് യൂസ് ചെയ്യുക ജസ്റ്റ് കോപ്പി ചെയ്യാനാണെങ്കിൽ. പക്ഷെ നമുക്ക് മോഡിഫിക്കേഷൻ നടത്താനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാപ്പ് യൂസ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ നമുക്ക് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. മാത്രമല്ല ഞാനിപ്പം ഈ നെയിംസിലേക്ക്, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത നെയിംസിലേക്ക്, ഓക്കെ, നെയിംസ് ഡോട്ട് പുഷ്, നമുക്കൊരു വാല്യൂ പുഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊരു വാല്യൂ പുഷ് ചെയ്യുവാണ്. ഡി ഞാൻ പുഷ് ചെയ്തു. ഓക്കെ, കണ്ടോ, എനിക്ക് ABCD കിട്ടിയിട്ടുണ്ട്. ഇപ്പം D വരാത്തതിൻ്റെ കാരണം ഇവിടെ ടു ലോവർ കേസ് ഇതിന് താഴെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് അവിടെ അത് വരാത്തത്. ഓക്കെ, ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുവാണ്. എന്നിട്ട് കാണിച്ചു തരാം. ABCD നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ പുഷ് ചെയ്ത് ഈ അറയിലേക്കാണ് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത്. പക്ഷേ റെഫറൻസിൻ്റെ നമ്മൾ പഴയ എക്സാമ്പിളിൽ കണ്ടായിരുന്നു, റെഫറൻസ് ടൈപ്പ് എന്ത് ചെയ്യും, റെഫറൻസ് കീപ്പ് ചെയ്യും, ഒറിജിനലിനെ മോഡിഫൈ ചെയ്യുമെന്ന് നോർമൽ രീതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ, ഞാൻ ഇനി ഈ ലിസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ലിസ്റ്റ്, ഓക്കെ, മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ഒറിജിനൽ അറേനെ മോഡിഫൈ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലിസ്റ്റ് കണ്ടോ, ABC ഒറിജിനൽ അറേ മോഡിഫൈ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത അറേ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി മാപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മാപ്പ് എന്തിനൊക്കെയാണ് നമുക്ക് ആവശ്യകതയായിട്ട് വരുന്നത്, നമുക്ക് പുതിയൊരു വേരിയബിൾ ഉണ്ടാക്കി സേവ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുമ്പം നമുക്ക് അറേയിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ, അതായത് കോപ്പി ചെയ്യണോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യണോ, എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ നടത്തണമെങ്കിലും നമുക്ക് മാപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് മാപ്പ് കൊണ്ട്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എങ്ങനെ കോപ്പി ചെയ്യാന്നുള്ളത് പഠിപ്പിക്കും. അതായത് ഇതുപോലെയല്ല, സിമ്പിളായിട്ട് കോപ്പി ചെയ്യാനുള്ളൊരു മെത്തേഡുണ്ട്. മാപ്പ് യൂസ് ചെയ്യേണ്ട. പക്ഷേ മാപ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷനൊക്കെ നടത്തണേ മാപ്പ് യൂസ് ചെയ്യാം.
ഇനി നമ്മൾ പഠിക്കാൻ പോണ കുറച്ച് മെത്തേഡുകളിലൊന്നും റെഫറൻസ് ടൈപ്പ് കീപ്പ് ചെയ്യുന്നില്ല, ഒറിജിനലിനെ മോഡിഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. അറേയും ഒബ്ജക്റ്റും എന്താണ് റെഫറൻസ് ടൈപ്പ് ഡാറ്റ ടൈപ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനെ മോഡിഫൈ ചെയ്താലും, ഡ്യൂപ്ലിക്കേറ്റിൽ ഒരു വാല്യൂ മാറ്റുകയോ ഡിലീറ്റ് ചെയ്യുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ, അതിൻ്റെ പേരൻറ്റിലും അത് പോയി ചേഞ്ച് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം, അറേയിലും ഒബ്ജക്റ്റിലും. പക്ഷേ ഇങ്ങനത്തെ മെത്തേഡുകൾ, അറേ മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്കത് സോൾവ് ചെയ്യാം. അതുപോലത്തെ ഒരു മെത്തേഡാണ് മാപ്പ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡുകളിലൊന്നും തന്നെ അതിൻ്റെ പേരൻറ്റിനെ മോഡിഫൈ ചെയ്യുന്നില്ല, പേരൻ്റ് അറേനെ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ ഒബ്ജക്റ്റും ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ.